കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമത്തിലൂടെയാണ് കടന്നുപോകുന്നത്. നമ്മുടെ നാട് വിട്ടുകഴിഞ്ഞാൽ അടുത്തതായി വീഡിയോ ചെയ്യാൻ പോകുന്നത് തമിഴ്നാടാണ്. സ്ഥിരമായി യാത്ര ചെയ്യുന്ന റൂട്ടാണിത്. പക്ഷേ വീഡിയോയിൽ ഈ ഭാഗങ്ങളൊന്നും തന്നെ പകർത്താറുണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ നാട്ടിലൂടെ സ്ഥിരമായി സഞ്ചരിക്കുന്ന പാതയെന്നോണം ഇവിടെയും കണക്കാക്കിയിരുന്നു. പുലർച്ചെ 5 മണിക്കാണ് യാത്ര തുടങ്ങിയത്. ചെറിയ ചാറ്റൽ മഴയും നല്ല തണുപ്പുമായിരുന്നു. ചേലക്കരയും പഴയന്നൂരും പിന്നിട്ട് ആലത്തൂരെത്തി ചായ കുടിച്ചു. അത് കഴിഞ്ഞ് കൊല്ലങ്കോട് ടൗണിലെത്തി കുറച്ചു ദൂരം സഞ്ചരിച്ചു. ചെമ്മനാമ്പതി ചെക്ക് പോസ്റ്റ് റോഡിലേക്ക് കയറി. ഇപ്പോൾ ചെമ്മനാമ്പതി എന്ന അതിർത്തി ഗ്രാമത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അതിർത്തി കടക്കാനുള്ള മറ്റൊരു വഴിയാണ് ഗോവിന്ദാപുരം ചെക്ക് പോസ്റ്റ്. പക്ഷേ ഇതുവഴി സഞ്ചരിക്കുമ്പോൾ ഒത്തിരി പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളും ഗ്രാമങ്ങളും കൃഷിയിടങ്ങളുമൊക്കെ കണ്ട് ആസ്വദിച്ചു പോകാം. ചെമ്മനാമ്പതി എന്ന ചെറിയൊരു അങ്ങാടിയും പിന്നിട്ട് ചെക്ക് പോസ്റ്റിലേക്ക് അടുക്കുകയാണ്. അങ്ങാടിയൊക്കെ ഒന്ന് ഉണർന്നു വരുന്നതേയുള്ളൂ. പുലർച്ചെ പെയ്ത മഴവെള്ളമൊക്കെ റോഡിൽ കാണാം. ചെക്ക് പോസ്റ്റ് പിന്നിട്ട് തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോഴാണ് തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ് വരുന്നത്. ചെക്ക് പോസ്റ്റ് വരെയാണ് ബസ്സുള്ളത്. കുറച്ച് ദിവസത്തിന് ശേഷമാണ് സൂര്യനെയും നീലാകാശവും മേഘങ്ങളുമൊക്കെ കാണാൻ കഴിയുന്നത്. മലനിരയും കരിമ്പനകളും കൃഷിയിടവുമൊക്കെയാണ് കാഴ്ചയിൽ. ഒരു തെങ്ങിൻ തോപ്പാണ് ഇങ്ങനെ ഓല കൊണ്ട് മറച്ചിരിക്കുന്നത്. ആദ്യം പച്ച നെറ്റ് കെട്ടി അതിനു മുകളിൽ ഓല ഇങ്ങനെ വെച്ച് കെട്ടിയിരിക്കുന്നത്. ഇവിടെ പൊതുവെ ഉയരം കുറഞ്ഞ തെങ്ങുകളായതിനാൽ പുറത്തു നിന്നുള്ള ആളുകൾക്ക് പെട്ടെന്ന് വിളവുകളൊക്കെ എടുക്കാൻ എളുപ്പമാകും. പിന്നെ നോട്ടവും കിട്ടും. അതിന് തടയിടാനാകും ഇത്തരത്തിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ സമീപത്തെ മാവിൻ തോപ്പുകളാണ് കാണുന്നത്. നമ്മുടെ കൊല്ലങ്കോടിന്റെയും സമീപ പ്രദേശങ്ങളിലും ധാരാളം ഇത്തരത്തിലുള്ള മാവിൻ തോപ്പുകളുണ്ട്. സമീപത്തെ ഒരു കടല കൃഷിയാണിത്. ഒരു മുള്ളുവേലി ഗേറ്റൊക്കെ വെച്ച് അടച്ചിരിക്കുകയാണ്. ഏകദേശം 1 മാസമാകുമ്പോഴേക്കും വിളവെടുക്കാനാകും. കൃഷിയിടത്തിലെ ഒരു ഓല ഷെഡും സമീപത്തായി ഒരു ചേച്ചിയും നിൽപ്പുണ്ട്. വിളവാകുമ്പോൾ ഇവിടെ വന്ന് കച്ചവടക്കാർ കടല കൊണ്ടുപോകാറാണ് പതിവെന്നാണ് ചേച്ചി പറഞ്ഞത്. അവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ ഒരു പാലം കാണാം. ദൂരെ ഒരു മലയുടെ കാഴ്ചയുമുണ്ട്. ഇവിടെ ചെറിയൊരു ചെക്ക് ഡാമുണ്ട്. അതാണ് ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്നത്. നമ്മുടെ അതിർത്തി ഗ്രാമമായതിനാൽ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയാണ് ഇവിടെയും ഉണ്ടാവുന്നത്. കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ ചെക്ക് ഡാമൊക്കെ പണിതിട്ടുള്ളത്. അടുത്തതായി തമിഴ്നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ആനമല, പൊള്ളാച്ചി, വാൽപ്പാറ റൂട്ടിൽ പോകുമ്പോൾ ഇതുപോലെയുള്ള പുളിമരങ്ങളൊക്കെ റോഡിനിരുവശവും കാണാൻ സാധിക്കും. മഴയുള്ളപ്പോഴും വെയിലുള്ളപ്പോഴും ഇതിനകത്തുകൂടെ യാത്ര ചെയ്യാൻ നല്ല രസമാണ്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സരളൈപ്പതി എന്ന ഗ്രാമത്തിലേക്കാണ്. നമ്മുടെ അതിർത്തിയിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ ഗ്രാമത്തിലേക്കുള്ളത്. ഈ ഗ്രാമത്തിലൂടെ നിരവധി തവണ സഞ്ചരിച്ചിരുന്നു. അപ്പോഴൊക്കെ മറ്റെവിടേക്കെങ്കിലുമുള്ള യാത്രയിലോ അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴോ ആയിരിക്കും. എന്നാൽ ഇന്ന് അവിടുത്തെ ഗ്രാമീണ കാഴ്ചകളും പരിസരങ്ങളിലെയും പോകും വഴിയിലെയും കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലൊന്നും ഇതുപോലെ ക്യാമറ വെച്ച് വണ്ടി ഓടിക്കാൻ സാധിച്ചിരുന്നില്ല. നല്ല കനത്ത മഴയായതുകൊണ്ടാണ്. ഏതായാലും ഇന്ന് കാലാവസ്ഥ അനുകൂല സാഹചര്യമാണ് നൽകുന്നത്. കനത്ത ചൂടില്ലെങ്കിലും ബൈക്കിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ചൂടേ ഉള്ളൂ. സരളൈപ്പതി ഗ്രാമത്തിന്റെ തുടക്ക ഭാഗങ്ങളിലെ വീടുകളാണ് ഈ കാണുന്നത്. അതുപോലെ സെങ്കോട്ട വേലൻ മലയാണ് ദൂരെ കാണുന്നത്. ഉൾഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ താരതമ്യേന മറ്റു ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ജീവിത നിലവാരം വളരെ പരിതാപകരമാണെന്ന് കാഴ്ചയിൽ നിന്നും മനസ്സിലാക്കാം. വീട് എന്നതൊരു സങ്കല്പമാണെന്ന് തോന്നിപ്പോകുന്ന ചിലയിടങ്ങൾ.
കുടിലുകൾക്ക് സമീപം കാലികളുടെ തൊഴുത്തുകളൊക്കെ കാണാം. വളരെ ദാരിദ്ര്യ അവസ്ഥയിലാണ് ഓരോ കുടുംബവും. കൃഷിയും കന്നുകാലി വളർത്തലും തന്നെയാണ് ഇവരുടെ വരുമാനം. പക്ഷേ കൃഷിയിൽ ഇടനിലക്കാർ വഴി കച്ചവടം നടക്കുന്നത് കൊണ്ട് തന്നെ ചെറുകിട കർഷകർക്ക് വരുമാനം വളരെ കുറവായിരിക്കും. അതും ഇവരുടെ ജീവിത നിലവാരത്തിന് ഒരു പരിധിവരെ തടസ്സമാവുന്നു. സരളൈപതി ഗ്രാമത്തിന്റെ പ്രധാന കവലയിലെത്തി. ഇവിടെ ഒരു സ്കൂള്, അതുപോലെ ക്ഷേത്രം, അത്യാവശ്യ സാധനങ്ങൾ ലഭിക്കുന്ന ഒന്നോ രണ്ടോ കടകൾ അത്രമാത്രമേ ഉള്ളൂ. വെള്ളം വാങ്ങിക്കാൻ കയറിയ കടയുടെ അകത്തു നിന്നുള്ള കാഴ്ചകളാണിത്. ഇവരുടെ കോവിലിലേക്ക് പോകാനുള്ള കവാടമൊക്കെയാണിത്. കവാടത്തിന് സമീപത്തായുള്ള കോൺക്രീറ്റ് വീടുകളും ഇപ്പോൾ കയറിയ ചായക്കടയുടെ കാഴ്ചകളുമാണ് കാണുന്നത്. അവിടുന്ന് കോവിലിന്റെ ഭാഗത്തേക്കായി സഞ്ചരിച്ചു. പോകുന്ന വഴിയിൽ ഇരുവശങ്ങളിലായി വീടുകളും കൃഷിയിടങ്ങളും കാണാം. തെങ്ങിൻ തൈകളും വാഴ കൃഷിയുമാണിവിടെ. കമ്പിവേലി കൊണ്ട് അതിരിട്ടിട്ടുണ്ട്. താരതമ്യേന മെച്ചപ്പെട്ട വീടുകളുമുണ്ട് ഈ ഭാഗങ്ങളിൽ. കോവിലിലേക്കുള്ള വഴിയൊക്കെ മോശമായി കിടക്കുകയാണ്. വഴിയിലുടനീളം മുന്നോട്ടു പോകുമ്പോൾ സെങ്കോട്ടവേലൻ മലയുടെ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. വിജനമായി കിടക്കുന്ന ഒരു പാതയാണിത്. അങ്ങനെ കോവിലിന്റെ കവാടത്തിന് മുൻപിലായെത്തി. സമീപത്തായി വീടുകൾ ഒന്നും തന്നെ ഇല്ലാത്തൊരു സ്ഥലത്താണ് കോവിലുള്ളത്. അടുത്തൊരു തണൽമരമുണ്ട്. മരച്ചില്ലകൾക്ക് താഴേക്കൂടെ നോക്കുമ്പോൾ മലയുടെ കാഴ്ചകളും കൃഷിയിടത്തിലെ ഒരു ഓലയും ഷീറ്റും മേഞ്ഞ ഷെഡും കാണാം. സമീപത്തായി ആരും തന്നെയില്ല. എന്ത് കൃഷിയാണ് ചെയ്യുന്നത് എന്ന് അറിയാനും കഴിഞ്ഞില്ല. മരക്കമ്പുകളൊക്കെ കുത്തി നിർത്തി വെച്ചിട്ടുണ്ട്. ഈ നിലത്തോട് ചേർന്ന് തന്നെ പശുക്കൾക്കുള്ള പുല്ലുകളൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. അവിടുന്ന് വരുമ്പോൾ മലയുടെ താഴെയായി വീടുകളൊക്കെ കാണാവുന്നതാണ്. സരളൈപതിയിലെ ഒരു 3 റോഡ് കൂടിയ ജംഗ്ഷനാണിത്. വ്യത്യസ്ത രീതിയിലുള്ള വീടുകളും ഗ്രാമത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കുടിവെള്ള ടാങ്കുകളൊക്കെയാണ് കാണുന്നത്. ഇവിടുന്ന് ഇടത് ഭാഗത്തേക്ക് പോയാൽ എല്ലാം തെങ്ങിൻ തോപ്പുകളും മറ്റു കൃഷിയിടങ്ങളുമാണ്. അതുപോലെ സെങ്കോട്ട വേലൻ മലയുടെ കാഴ്ച നല്ല രീതിയിൽ കിട്ടുന്നതും ഇടതുവശത്തുകൂടെയുള്ള റോഡിലൂടെ പോയി കഴിഞ്ഞാലാണ്. ഇതാണ് മലയുടെ ഏറ്റവും അടുത്തുള്ള കാഴ്ച. ആനമലൈ കുന്നുകളുടെ ഭാഗമാണിത്. തെളിഞ്ഞ ദിവസങ്ങളിൽ ആളിയാർ പോലെയുള്ള സമീപ പ്രദേശങ്ങൾക്ക് പിന്നിൽ ഉയർന്നു നിൽക്കുന്ന വാൽപ്പാറ കുന്നിൻ ചെരുവുകളുടെ ചില ഭാഗങ്ങളൊക്കെ കാണാൻ കഴിയുമെന്നറിഞ്ഞു. ഈ കാഴ്ചകളെല്ലാം തന്നെ സരളൈപതി ഗ്രാമത്തിന് ഭംഗിയുള്ളൊരു പശ്ചാത്തലം തന്നെ നൽകുന്നു. പ്രത്യേകിച്ച് അതിരാവിലെയോ സൂര്യാസ്തമയ സമയത്തോ ആണെങ്കിൽ മനോഹരമായ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും. വിശാലമായി കിടക്കുന്ന ഒരു പുൽമൈതാനം പോലെ തോന്നിപ്പിക്കുന്ന സ്ഥലം പക്ഷേ കൃഷിയിടമാണ്. മലഞ്ചെരുവിൽ തെങ്ങിൻ തോപ്പുകളാണ്. വളരെ ദൂരെ നിന്ന് തന്നെ ഈ മലയുടെ കാഴ്ചയൊക്കെ ലഭ്യമാകുന്നതാണ്. അഗ്രഭാഗം കൂർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേകത തോന്നും. നമ്മുടെ അതിർത്തി ഗ്രാമത്തിൽ ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം ഇപ്പോഴാണ് കാണാൻ കഴിഞ്ഞത്. സമീപത്തെ ഒരു തെങ്ങിൻ തോപ്പാണിത്. തെങ്ങിന് താഴെ പൈപ്പ് ചുറ്റിക്കെട്ടിയിട്ടുണ്ട്. അതുവഴിയാണ് ജലസേചനം നടത്തുന്നത്. അവിടുന്ന് നമ്മൾ സരളൈപതി ഗ്രാമത്തിൽ തിരിച്ചെത്തി. കവലയിൽ നിന്ന് മറ്റൊരു റോഡിലൂടെ പോകുമ്പോഴുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കാണാം. ഇതുവഴി പോകുമ്പോൾ വീടുകളൊക്കെ ഒരേപോലെയുള്ളവയാണ്. എല്ലാം ഷീറ്റ് കൊണ്ടും ഓല കൊണ്ടുമൊക്കെ നിർമ്മിച്ചതാണ്.
നേരത്തെ പോയ കോവിലിന്റെ റോഡ് വഴി സഞ്ചരിക്കുമ്പോൾ താരതമ്യേന മെച്ചപ്പെട്ട വീടുകളായിരുന്നു. ഇവിടെ ഇടകലർന്നല്ല വീടുകൾ ഉള്ളത്. അല്പം മെച്ചപ്പെട്ടവർ ഒരു ഭാഗത്തും താഴെ തട്ടിലുള്ളവർ മറുഭാഗത്തുമാണ്. വഴി പോകുന്നതൊരു മലഞ്ചെരിവിലേക്കാണ്. വീടുകളുള്ളത് ഈ ഒരു കുറച്ചു ഭാഗത്ത് മാത്രമാണ്. വാട്ടർ ടാങ്കും കഴിഞ്ഞ് മറ്റു വീടുകളുടെ കാഴ്ചയും കണ്ട് അവിടെ നിന്നും തിരിച്ചു. ഇനി മുന്നോട്ട് പോയാൽ കൃഷിയിടം മാത്രമേ ഉള്ളൂ എന്നാണ് അറിഞ്ഞത്. പ്രധാനപ്പെട്ടൊരു പ്രദേശമല്ലാത്തത് കൊണ്ടാകാം റോഡ് വളരെ മോശമായിട്ടാണ് കിടക്കുന്നത്. വന്ന വഴിയിലൂടെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ജോലിക്ക് പോയിരിക്കുന്നതിനാൽ പോകുന്ന വഴിയിലൊക്കെ ആളുകൾ വളരെ കുറവാണ്. സാധാരണ മറ്റു തമിഴ്നാട് ഗ്രാമങ്ങളിലൂടെ പോകുമ്പോൾ കാണുന്ന വീടുകളല്ല ഇവിടെയുള്ളത്. നമ്മുടെ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമമായതുകൊണ്ടാണോ ഇത് എന്നറിയില്ല. ഇവർക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന ടൗണ് വേട്ടക്കാരൻ പൂതൂർ എന്ന സ്ഥലമാണ്. അത് കഴിഞ്ഞാലാണ് ആനമലൈ വരുന്നത്. പിന്നെയുള്ളത് സേത്തുമടയാണ്. അവിടുന്നാണ് പറമ്പിക്കുളത്തേക്കും ടോപ്പ് സ്ലിപ്പിലേക്കും പോകുന്നത്. ഇതുവഴിയൊക്കെ നിരന്തരം സഞ്ചരിക്കുന്നതാണ്, പക്ഷേ വീഡിയോ എടുക്കാറില്ല. പിന്നെയാണ് കുറച്ച് ഉൾഭാഗത്തേക്ക് വന്നാൽ മനോഹരമായ ഗ്രാമീണ കാഴ്ചകളൊക്കെ ഉണ്ടെന്നറിഞ്ഞത്. അതാണ് ഒരു എപ്പിസോഡായി ചെയ്യാമെന്ന് വെച്ചത്. തമിഴ്നാട് വീഡിയോയിൽ നിന്നും അല്പം ഇടവേള വന്നത് നമ്മുടെ നാട്ടിൽ മഴക്കാലമായതുകൊണ്ട് ചില സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാവുമല്ലോ. അതാണ് നാട്ടിൽ നിന്നും കുറച്ച് എപ്പിസോഡുകളൊക്കെ ചെയ്തത്. വരും വീഡിയോകളിൽ തമിഴ്നാട് കാഴ്ചകളാണ് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഓഗസ്റ്റ് ആവുന്നതോടുകൂടി തമിഴ്നാട്ടിലും മഴ സജീവമാവുമെന്നാണ് അറിഞ്ഞത്. അപ്പോൾ കാഴ്ചകൾക്ക് ഒന്നുകൂടെ ഭംഗി കൂടും. ഇവിടെയൊക്കെ നമ്മുടെ കാലാവസ്ഥയായതുകൊണ്ട് തന്നെ മഴക്കാലത്ത് നല്ല പച്ചപ്പും ഹരിത ഭംഗിയുമൊക്കെ ഉണ്ടാവും. നമ്മൾ പോയ മലയുടെ ദൂരക്കാഴ്ചയാണ് കാണുന്നത്. സരളൈപ്പതിയിൽ നിന്നും പിന്നീട് പോകുന്നത് സമീപ പ്രദേശങ്ങളിലെ മറ്റു കാഴ്ചകളിലേക്കാണ്. തനിനാടൻ ഗ്രാമപ്രദേശം വിട്ട് വേട്ടക്കാരൻ പൂതൂർ എന്ന സ്ഥലത്തെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണുന്ന വീടുകളാണ് ഈ കാണുന്നത്. ഇരുവശങ്ങളിലും എല്ലാ തരത്തിലുള്ള വീടുകളും, ഓട്, ഓല, ഷീറ്റ് എന്നിവ കൊണ്ട് മേഞ്ഞ വീടുകളും ഇടകലർന്നുള്ള ഒരു പ്രദേശമാണ് വേട്ടക്കാരൻ പൂതൂർ എന്ന ടൗണിന്റെ ഈ ഭാഗം. പിന്നെ ഇവിടെ സമീപ പ്രദേശങ്ങളിലൊക്കെ വാട്ടർഫാൾസുകളും ആറിലേക്ക് ഇറങ്ങാനുള്ള സ്ഥലങ്ങളൊക്കെയുണ്ട്. പക്ഷെ അവിടെയൊക്കെ താൽക്കാലികമായി ക്ലോസ് ചെയ്തിരിക്കുകയാണ്. മിക്ക സ്ഥലങ്ങളിലും പരിചയമില്ലാത്ത ആളുകൾ വന്ന് അപകടത്തിൽപ്പെടുന്നതുകൊണ്ടാണ് എല്ലാം അടച്ചിട്ടിരിക്കുന്നത്. എന്നാൽ ഇറങ്ങാൻ സാധ്യമായ പുഴയുടെയൊക്കെ കാഴ്ചകൾ വഴിയെ നമുക്ക് കാണാം. ചില ഡാമുകളൊക്കെ തുറന്നിട്ടുണ്ട്. വെള്ളം കൂടുതൽ ഒഴുകുന്ന പുഴകളൊക്കെയുണ്ട് എന്നാണ് അറിഞ്ഞത്. നമ്മൾ വരുന്ന വഴിയിലൊക്കെ ഇറങ്ങി ചോദിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അതുപോലെ ഈ പ്രദേശങ്ങളിൽ നെൽപ്പാടങ്ങൾ വളരെ കുറവാണ്. പൊള്ളാച്ചി, ആനമലൈ പ്രദേശങ്ങളിൽ എല്ലാവരും തെങ്ങിൻ തോപ്പുകളും പച്ചക്കറി, കരിമ്പ്, ചോളം തുടങ്ങിയവയാണ് കൂടുതലായും കൃഷി ചെയ്യുന്നത്. ഈ വഴി നേരെ ചെല്ലുന്നത് ആനമലൈ, വാൽപ്പാറ, സേത്തുമടൈ റോഡിലേക്കാണ്. അവിടുന്ന് നേരെ ഈ പ്രദേശത്തെ ഒരു വിശാലമായി പരന്നു കിടക്കുന്ന ഒരു നെൽപ്പാടത്തേക്കാണ്. ഇതുവഴി എപ്പോഴും യാത്ര ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു നെൽപ്പാടമുള്ളതായി അറിഞ്ഞിരുന്നില്ല. പാടങ്ങൾ വളരെ കുറവുള്ള ഒരു സ്ഥലത്ത് ഉള്ള പാടം കാണാനുള്ള ഒരു കൗതുകം അത്രയുള്ളൂ. നെൽപ്പാടങ്ങൾക്ക് നടുവിലൂടെ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് ഇവിടെ എത്തുന്നത്. ഈ കാണുന്നതാണ് ആ വിശാലമായ നെൽപ്പാടം. ഞാറൊക്കെ നടിയിൽ കഴിഞ്ഞ് സമയമാണിപ്പോൾ. പാടത്തു നിന്നും നേരെ പോകുന്നത് സേത്തുമടൈ എന്ന സ്ഥലത്തേക്കാണ്. നമ്മുടെ അതിർത്തി പ്രദേശം വിട്ടുകഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ചെറിയ ടൗണാണിത്. ഇതുവഴി സഞ്ചരിക്കുമ്പോഴാണ് റോഡിന് ഇരുവശവുമുള്ള പുളിമരങ്ങൾ ധാരാളമായി കാണുന്നത്. ഒത്തിരി ദൂരം ഇതേ കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ യാത്ര. സേത്തുമടൈ എന്ന സ്ഥലത്ത് ഒത്തിരി സിനിമകളൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്.
സൗത്ത് ഇന്ത്യൻ സിനിമകളുടെ ഈറ്റില്ലം എന്നാണല്ലോ പൊള്ളാച്ചിയും സമീപ ഗ്രാമപ്രദേശങ്ങളും അറിയപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് മുൻപ് വിശദമായി നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കണ്ണെത്താ ദൂരം പരന്നു കിടക്കുന്ന പുളിമരങ്ങൾക്കിടയിലൂടെ മുന്നോട്ടു പോകുമ്പോൾ മരങ്ങൾ അവസാനിക്കുന്നിടത്ത് നല്ല വെളിച്ചം കാണാം. നമ്മൾ തുരങ്കത്തിലൂടെയൊക്കെ സഞ്ചരിക്കുന്നത് പോലെ. അല്പം മുന്നോട്ട് യാത്ര ചെയ്ത് ഒരു മണ്ണിട്ട പാതയിലൂടെ വന്നപ്പോൾ കണ്ട കൃഷിയിടമാണിത്. കരിമ്പനകളൊക്കെ നിരയായി നിൽക്കുന്ന കാഴ്ചയും വിത്തുകളും തൈകളും നട്ട് മരക്കമ്പുകളൊക്കെ കുത്തി നിർത്തി തയ്യാറാക്കി വച്ചിരിക്കുന്നതും കാണാം. കൃഷിയിടത്തിൽ പച്ചപ്പൊക്കെ ആയി വരുന്നതേയുള്ളൂ. റോഡിന് സമീപം ഒരു അമ്മച്ചി ഇരുന്ന് തെങ്ങോല കൊണ്ട് ചൂലുണ്ടാക്കുന്നത് കാണാം. അമ്മച്ചി തനിയെയാണ് എല്ലാം ചെയ്യുന്നത്. 20 രൂപയാണ് ഒരു ചൂലിന് ഇവർക്ക് ലഭിക്കുന്നത്. പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന കൃഷിയിടവും പുറകിലെ മലനിരയും മരങ്ങളുമൊക്കെ ചേർന്ന് നല്ലൊരു ഭംഗിയാണിവിടെ. കൃഷിയിടത്തോട് ചേർന്ന് ഓലമേഞ്ഞ ഒരു കുടിലും കാണാം. പറമ്പിക്കുളം പോകുന്ന റൂട്ടിലാണ് ഈ കാഴ്ച. ഇതുവഴി കുറച്ചു ദൂരം ചെന്നപ്പോൾ ഫോറസ്റ്റുകാർ ബൈക്ക് പോകാൻ സമ്മതിച്ചില്ല. നേരെ തിരിച്ച് സേത്തുമടയിൽ തന്നെ വന്നു. സേത്തുമടൈ പരിസരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ കാഴ്ചകൾ ഇതാണ്. മനോഹരമായ പ്രകൃതി ഭംഗിയും അതുപോലെ തന്നെ നല്ല റോഡും. ഗ്രാമങ്ങളിലെ വീടുകളിലേക്ക് വരുമ്പോൾ സരളൈപ്പതയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളവയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓലമേഞ്ഞ കുടിലുകളൊന്നും തന്നെ ഇവിടങ്ങളിൽ ഇല്ല. സേത്തുമടൈ വാൽപ്പാറയിൽ പോകുന്ന റൂട്ടിലാണ് ഈ കാഴ്ചകൾ. ഇത്തരം കാഴ്ചകളും ഇതുപോലെ യാത്രാസുഖവുമുള്ള റോഡുമുണ്ടെങ്കിൽ എത്ര ദൂരം സഞ്ചരിച്ചാലും ഒരു മടുപ്പ് വരില്ല. അതാണ് ഏകദേശം ഒരു വർഷമായി തമിഴ്നാട്ടിലൂടെ സഞ്ചരിച്ചപ്പോൾ കിട്ടിയ എക്സ്പീരിയൻസ്. ഈ റോഡ് ചെന്ന് ചേരുന്നത് ആനമലയിൽ നിന്നും വാൽപ്പാറ പോകുന്ന റോഡിലേക്കാണ്. പോകുന്ന വഴിയിലെ ആറിന് കുറുകെയുള്ള പാലമാണിത്. വെള്ളം കുത്തി ഒഴുകുന്നതിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാം. പൊതുവെ എല്ലായിടത്തും ആറുകളിൽ ഇപ്പോൾ വെള്ളമുള്ള സമയമാണ്. ഇരുവശങ്ങളിലുമായി കവുങ്ങിൻ തോപ്പുകളാണ്. പിന്നെ ഇവിടെ ഒരു ചെക്ക് ഡാമും കൂടി ചേർന്നതാണ്. പാലത്തിന് മറുവശത്തേക്ക് വന്നാൽ ഓലമേഞ്ഞ ഒരു ചെറിയ കട കാണാം. പുറകിലെ മലനിരകളൊക്കെ മഴക്കാറ് മൂടിയിരിക്കുകയാണ്. വൈകുന്നേരമായതോടുകൂടി മഴയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ആറിന് സമീപത്തെ കുടിലുകളൊക്കെ കാണാം. പാലത്തിലൂടെ ട്രാൻസ്പോർട്ട് ബസ് വരുന്നുണ്ട്. സേത്തുമടൈ ആനമലൈ വഴി പൊള്ളാച്ചിയിലേക്കാണ് പോകുന്നത്. വരുന്നത് കാളിയാപുരം എന്ന സ്ഥലത്തു നിന്നുമാണ്. അടുത്തതായി പോകുന്നത് സേത്തുമടയുടെ മറ്റു കാഴ്ചകളിലേക്കാണ്. ഇടയ്ക്കൊരു ചാറ്റൽ മഴ പെയ്തതൊഴിച്ചാൽ നല്ല കാലാവസ്ഥയായിരുന്നു. ഇന്ന് പൊതുവെ നാട്ടിലും മഴയില്ല എന്നാണ് അറിഞ്ഞത്. കടകളും വീടുകളുമൊക്കെയായി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും, ഉള്ളവനും ഇല്ലാത്തവനും എല്ലാവരും ഇടകലർന്ന് ജീവിക്കുന്ന ഒരു പ്രദേശമാണിവിടെ. സേത്തുമടയിൽ നിന്നും പൊള്ളാച്ചിയിലേക്ക് ഏകദേശം 24 കിലോമീറ്റർ ദൂരമാണുള്ളത്. അതുപോലെ നമ്മുടെ ചെക്ക് പോസ്റ്റിലേക്ക് 14 കിലോമീറ്റർ ദൂരമാണുള്ളത്. കോയമ്പത്തൂർ ജില്ലയിലാണ് ഈ സ്ഥലം ഉൾപ്പെടുന്നത്. പൊള്ളാച്ചിയിലേക്ക് പോകാനുള്ള ട്രാൻസ്പോർട്ട് ബസ് തിരിച്ചു നിർത്തി ആളെ എടുക്കുകയാണ്. ആ ബസ് നിൽക്കുന്ന വഴിയെയാണ് പറമ്പിക്കുളത്തേക്കും ടോപ്പ് സ്ലിപ്പിലേക്കും പോകുന്നത്. ഈ കാണുന്ന വഴി നേരെ പോകുന്നത് വേട്ടക്കാരൻ പൂതൂർ എന്ന സ്ഥലത്തേക്കാണ്. അവിടുന്ന് നേരെ ആനമലയിലേക്കും. ചെറുതും വലുതുമായിട്ടുള്ള വീടുകളും
പെയിന്റ് ചെയ്ത് കളർഫുള്ളാക്കിയിട്ടുണ്ട്. ഇടുങ്ങിയ വഴികളിൽ ഇരുവശങ്ങളിലും വീടുകളാണ്. വഴി നേരെ വന്ന് മെയിൻ റോഡിലെത്തി. അവിടുന്ന് ടൗണിലേക്കാണ് പോകുന്നത്. നമ്മൾ സ്ഥിരമായി പൊള്ളാച്ചിയിലും ആനമലയിലുമൊക്കെ പോകാറുണ്ടെങ്കിലും ഈ ടൗണുകളൊന്നും കാണിക്കാറില്ലായിരുന്നു. നമ്മുടെ അതിർത്തി കഴിഞ്ഞാൽ കിട്ടുന്ന വലിയ ടൗണാണ് ആനമലൈ. ആനമലൈ ടൗണിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവിടെ ഒരു ആറ് ഒഴുകുന്നുണ്ട്. നമ്മൾ എപ്പോൾ ഇതുവഴി പോകുമ്പോഴും വെള്ളം വളരെ കുറവാണുണ്ടാവാറ്. ലോഡ് കൊണ്ടുപോകുന്ന ഒരു കാളവണ്ടിയാണ് മുൻപിലൂടെ കടന്നു പോകുന്നത്. ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണിത്. പക്ഷെ ഇന്ന് വളരെ കുറവാണ് കാളവണ്ടികൾ കണ്ടത്. നേരെ പോയി വലതുവശത്തേക്ക് തിരിഞ്ഞാൽ ആറിനടുത്തെത്താം. ഇതാണ് ആനമലൈ ആറ്. ഇത്ര വെള്ളം നിറഞ്ഞ് മുൻപ് കണ്ടിട്ടില്ല. ഈ അടുത്താണ് ഇവിടുത്തെ സ്റ്റെപ്പുകളും ഭിത്തികളുടെയും ഒക്കെ പണികളൊക്കെ തീർന്നത്. ഈ സ്റ്റെപ്പിന് മുകളിലൂടെ വെള്ളം ഒഴുകി വരുന്നതാണ് ഇവിടുത്തെ മനോഹരമായ കാഴ്ച. അവധി ദിവസങ്ങളിൽ നല്ല രീതിയിൽ തന്നെ തിരക്ക് അനുഭവപ്പെടുന്നൊരു സ്ഥലം കൂടിയാണ്. നമ്മുടെ മുൻപത്തെ വീഡിയോയിൽ ഈ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷെ വെള്ളം തീരെ കുറവായിരുന്നു. അതാണ് ഇപ്പോൾ വീണ്ടും വീഡിയോ എടുത്തത്. ഫാമിലിയായി എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസാണിത്. ആനമലൈ ഉദുമലപ്പേട്ടൈ റൂട്ടിലാണ് ഈ ആറ് ഒഴുകുന്നത്. ഈ വീഡിയോയോട് കൂടി തമിഴ്നാടിൻ്റെ കാഴ്ചകൾ വീണ്ടും തുടങ്ങുകയാണ്. ഒരു ചേഞ്ചിന് വേണ്ടിയാണ് നമ്മുടെ നാട്ടിൽ നിന്നും കുറച്ച് എപ്പിസോഡുകളൊക്കെ ചെയ്തത്. എങ്ങും വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ചൂണ്ടയിടലും സജീവമായി തന്നെ നടക്കുന്നുണ്ട്. എല്ലാ പുഴകളിലും നാട്ടിലെ പോലെ തന്നെ നല്ല രീതിയിൽ വെള്ളവുമുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയമായി. പുതിയ തമിഴ്നാടൻ കാഴ്ചകളുമായി വീണ്ടും വരുന്നതാണ്. എല്ലാവരുടെയും ഇതുവരെയുള്ള സപ്പോർട്ടിന് നന്ദി. ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ കൂട്ടുകാർക്കും നന്ദി. ബബായ്.